മാധ്യമങ്ങളുടെ ഭാവി ഇന്നാരംഭിക്കുന്നു എന്ന തലക്കെട്ടിൽ ദുബൈയിൽ നടന്ന അറബ് മീഡിയ ഫോറത്തിന്റെ 13ാമത് പതിപ്പ് ശ്രദ്ധേയമായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടനം ചെയ്ത ഫോറം മാധ്യമരംഗത്തെ പുതിയ ചലനങ്ങളും മാറ്റങ്ങളും ചർച്ച ചെയ്തു. നവമാധ്യമങ്ങൾ അറബ് ലോകത്ത് കൊടുങ്കാറ്റാവുകയാണെന്ന് വിലയിരുത്തപ്പെട്ട മീഡിയ ഫോറത്തിൽ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി ഇബ്രാഹിം മെഹ്ലാബ് അതിഥിയായി എത്തിയിരുന്നു. അറബ് മേഖലയിൽ നവമാധ്യമ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഭാവിയുടെ ഓരോ നിമിഷവും അറബ് ലോകത്തിന് സന്തോഷിക്കാനുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂതകാലത്തിന്റെ പൈതൃകം മഹത്തരമാണെങ്കിലും പുതിയ തലമുറ പുതിയ ലോകത്തെ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സൈബർ രംഗത്തെ യുദ്ധനീക്കങ്ങളുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണിയടക്കം ഒട്ടേറെ വിഷയങ്ങൾ 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങൾ യുവാക്കളെ വലിയ തോതിലാണ് ആകർഷിക്കുന്നത്. 2013 10 ലക്ഷത്തിലധികം പേരാണ് UAEയിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുറന്നത്. സ്ത്രീകളുടെ നവമാധ്യമങ്ങളിലെ സാന്നിധ്യവും സ്ത്രീകളെ അപായപ്പെടുത്തുവാൻ നവമാധ്യമങ്ങളെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നുവെന്നും ചർച്ച ചെയ്തു. അറബ് നാടുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 2000-ലേറെ പ്രമുഖ മാധ്യമപ്രവർത്തകർ ഫോറത്തിൽ പങ്കെടുത്തു. ദുബായ് മദീനത്ത് ജുമേറയിൽ 2 ദിവസമായി നടക്കുന്ന അറബ് മീഡിയ ഫോറം ഇന്ന് അവസാനിക്കുമ്പോൾ വൻ പ്രതീക്ഷയാണ് മേഖലയ്ക്ക് നൽകുന്നതെന്ന് വിലയിരുത്തപ്പെട്ടു. മാധ്യമ വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാലയും മാധ്യമപ്രവർത്തകർക്കുള്ള അവാർഡ് വിതരണവും സമാപന ചടങ്ങിൽ നടന്നു. മീഡിയ 1 ദുബായ്.